നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ ഇന്ന് കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. 8 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലുള്ള ഒരു വിധി എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 വിഭാഗക്കാരാണ് ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നത്. ഒന്ന്, ഒരു വശത്ത് ഇത്രയും കാലം വേട്ടയാടപ്പെട്ട ദിലീപേട്ടന് വേണ്ടി സംസാരിക്കുന്ന ദിലീപ് ഫാൻസ്. നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും റിപ്പോർട്ടർ ചാനലിലാണ് വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. അതിന്റെ പേരിൽ റോഷിപാലിനെ, അതായത് റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറായിട്ടുള്ള റോഷിപാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. കോടതി വളപ്പിൽ എന്നുള്ളത് പോലും നമ്മളിവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു വിഭാഗം ഒരു വശത്തും, മറുവശത്ത് അതേ നാട്ടിലുള്ള സ്വതന്ത്ര രാജ്യത്തുള്ള അതേ ആളുകൾ, ഈ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ വിശ്വസിക്കുന്ന അതേ ഒരു പക്ഷം ആളുകൾ ചോദിക്കുകയാണ്, നീതി എന്ന് പറയുന്ന വാക്ക് എന്താണ് എന്ന്. ഈ ഒരൊറ്റ കോടതി വിധിയിലാണ് ഇങ്ങനെ 2 വിഭാഗം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൊതുവെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. അതായത്, ദിലീപ് യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റക്കാരനായിരുന്നില്ലേ എന്ന്. ദിലീപിന്റെ റോള് ഈ കേസിൽ ഇവിടെ അവസാനിച്ചോ എന്ന്? ഒരിക്കലും ഇല്ല. ദിലീപിന് ഇനിയിപ്പോൾ നിയമ നടപടികൾ, ഇത് ഒരു അവസാനമല്ല, ഇത് തുടക്കമാണ്. ശരിക്കും ഈ നിയമ പോരാട്ടത്തിന്റെ ഒരു തുടക്കമാണ് ഇത്. നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി വിധിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൽ കോടതി എവിടെയും പറഞ്ഞിട്ടില്ല ദിലീപ് നിരപരാധിയാണ് എന്നൊരു പോയിന്റ് എവിടെയും പറഞ്ഞിട്ടില്ല. അതാണ് അതിലെ ഏറ്റവും ഹൈലൈറ്റ്. കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ കോടതി പറയുന്നുണ്ട്, അതായത് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല. ആർക്കാണ് കഴിയാതെ പോയത്? പ്രോസിക്യൂഷന് കഴിയാതെ പോയി. അയാൾ ഗൂഢാലോചനയിൽ പങ്കാളിയാണെങ്കിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ദിലീപ് നിരപരാധിയാണ് എന്ന് എവിടെയും കോടതി വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് പോലും കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇവിടെയാണ് ദിലീപിന് ഇതൊന്നും അവസാനിച്ചിട്ടില്ല, ഇനിയും തുടക്കമാണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം. മേൽക്കോടതികളിലേക്ക് പോകുമെന്ന് അതിജീവിത പറഞ്ഞിട്ടുണ്ട്. അപ്പീല് പോകുമെന്ന് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ നിയമ പോരാട്ടം വീണ്ടും തുടരും. അപ്പോഴും ഈ അതിജീവിതയ്ക്കൊപ്പം തന്നെ ഇവിടുത്തെ അന്ന് മുതൽ തന്നെ ഈ നിമിഷം വരെ അവരോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ അവരോടൊപ്പം തന്നെ നിൽക്കും. അതിൽ ഒരു വ്യത്യാസവുമില്ല. ഇന്ന് ഉമാ തോമസ് എന്താണ് പ്രതികരിച്ചത്? PT തോമസ് ഇന്നുണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു ചോദ്യം പല കോണിൽ നിന്ന് വന്നു. കാരണം ആ കേസ് അതിശക്തമായി അവർ ആ അതിജീവിത പോരാട്ടത്തിന് ഇറങ്ങിയത് PT തോമസിന്റെ ഒരു ഒറ്റ നിർബന്ധവും അതുപോലെ തന്നെ അദ്ദേഹം അടിയുറച്ച് അവരോടൊപ്പം നിന്നതുകൊണ്ടുമാണ്. ഇന്നിപ്പോൾ ആ പോരാട്ടം ഉമാ തോമസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇവൾ കൂടുതൽ നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് അവർ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ വെളിവില്ലാത്ത ഫാൻസുകാർ മനസ്സിലാക്കേണ്ട ഈ ലഡു വിതരണവും അതുപോലെ തന്നെ ദിലീപേട്ടൻ പാവാട എന്ന് പറഞ്ഞ് വീണ്ടും ജൈവിളികളുമായി കോടതി വളപ്പിൽ നിന്ന് ആഘോഷിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ പറയാനുള്ളത്, കോടതി പറഞ്ഞിട്ടില്ല ദിലീപ് നിരപരാധിയാണ് എന്ന് ഒരു വാക്ക് പോലും കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. കുറ്റവിമുക്തനാക്കപ്പെട്ടു. പ്രോസിക്യൂഷന് പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, നമുക്ക് ഈ കേസ് ഇന്നിപ്പോൾ കോടതി ഇങ്ങനെ ഒരു വിധി പറയുമ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയല്ലേ. ദിലീപ് എന്തായാലും കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റ് 6 പ്രതികൾക്ക് അടുത്ത ഉടൻ ശിക്ഷ 10-ാം തീയതി എന്തോ ആണ് അതിന്റെ വിധി പ്രസ്താവം വരുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിൽ നിന്ന് പൂർണ്ണമായും തലയൂരാൻ ദിലീപിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. കഴിഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതായത് നിരവധി സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ആ സാക്ഷിമൊഴികൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ലേ? കോടതി അതൊന്നും കണക്കിലെടുത്തില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മറ്റൊരു വസ്തുതയുള്ളത് 27 ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും ആ ഓഡിയോ ക്ലിപ്പുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ ഓഡിയോ ക്ലിപ്പുകളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അതായത് ജഡ്ജിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞു, ഇനി നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല എന്നൊക്കെ തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നതാണ്. ആ ഓഡിയോ ക്ലിപ്പുകൾ അത് ആരുടെയൊക്കെ ഓഡിയോ ക്ലിപ്പുകളാണ് എന്നൊക്കെ ഉള്ളതിൽ ഈ മഞ്ജു വാര്യർ പോലും കേട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പല ഓഡിയോ ക്ലിപ്പുകളും ഉണ്ട്. അത് ആരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഒരു വിധി പ്രസ്താവത്തിൽ ഇതിനെക്കുറിച്ചൊന്നും എന്തുകൊണ്ട് പറഞ്ഞില്ല? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കോടതിയുടെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന ഈ മെമ്മറി കാർഡ്
മെമ്മറി കാർഡ് എങ്ങനെ ചോർന്ന് പുറത്തുപോയി, അതിലെ ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തുപോയി, അതൊരു ചോദ്യമല്ലേ? അതിന് മറുപടി പറയണ്ടേ? ഇവിടുത്തെ ജനങ്ങൾ അതിനെക്കുറിച്ച് അറിയണ്ടേ? അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായും ദിലീപ് അങ്ങ് രക്ഷപ്പെട്ടു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ ആ കേസിന് പ്രധാനമെന്ന് പറയുന്നത് തെളിവുകൾ മാത്രമാണ്. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ശിക്ഷ എന്നത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു കുറ്റവാളി ആണെങ്കിൽ പോലും അയാൾക്കെതിരെ തെളിവുകളില്ല എങ്കിൽ കോടതിക്ക് അയാളെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. കോടതി അങ്ങനെ ചെയ്യില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് കേസ് എടുത്തിരിക്കുന്നത്? ഗൂഢാലോചന, മോശമായിട്ടുള്ള ചിത്രങ്ങൾ ചിത്രീകരിച്ചു, അതുപോലെ തന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, ബലപ്രയോഗം നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന കേസിനൊക്കെ തെളിവുകളുണ്ട്. പക്ഷേ ദിലീപിന്റെ പേരിലുള്ള കേസ് എന്ന് പറയുന്നത് ഗൂഢാലോചനയുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷെ അത് മാത്രം തെളിയിക്കാൻ ഈ കോടതിയിൽ സാധിച്ചിട്ടില്ല. അത് തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ദിലീപിന് ഇപ്പോൾ ചെറിയൊരു ആശ്വാസമായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ അങ്ങനെ വരുമ്പോൾ ആശ്വാസം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് പോലെ തെളിവുകളിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ദിലീപിനെ കൊടുക്കാൻ അല്ലെങ്കിൽ ദിലീപിന് കുടുങ്ങാനുള്ള സാധ്യതയുള്ള ഒരുപാട് തെളിവുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മറയ്ക്കപ്പെട്ടു. അവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനമായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ നിരപരാധി ആയിരുന്നുവെങ്കിൽ, അയാളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ലായിരുന്നുവെങ്കിൽ, അയാളുടെ മണ്ടത്തരമാണ് ഇവിടെ വരെ ഈ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ സിനിമാ സെറ്റുകളിലും ദിലീപിന്റെ പല സിനിമാ സെറ്റുകളിലും ഉൾപ്പെടെ വന്നു പോയിട്ടുള്ള പൾസർ സുനിയെ അറിയില്ല എന്ന് എന്തിനാണ് ദിലീപ് പറഞ്ഞത്? അയാൾ അവിടെ തൊട്ട് തുടങ്ങുന്നതാണ് ഇയാൾക്ക് നേരെയുള്ള സംശയം. അതായത് ഇയാളുടെ ഈ ജോർജേട്ടൻ സ്ഫൂരം ഉൾപ്പെടെയുള്ള പല സിനിമാ സെറ്റുകളിലും ഈ പറയുന്ന പൾസർ സുനി അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് ദിലീപ് എന്തിനു കള്ളം പറഞ്ഞു? അയാളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്, അയാൾ എൻ്റെ പല സിനിമാ സെറ്റുകളിൽ വന്നു പോകുന്ന ഒരാളാണ്, പല സിനിമാക്കാരുമായിട്ട് അയാൾക്ക് ബന്ധമുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിൽ അയാൾ സിനിമാ സെറ്റുകളിൽ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതേ പൾസർ സുനിയും അയാളുടെ ചില കൂട്ടാളികളും കാവ്യമാധവന്റെ ലക്ഷ്യ എന്ന് പറയുന്ന കടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവരെ അറിയത്തേ ഇല്ല എന്ന് പറയുന്നിടത്ത് ഇവരുമൊക്കെ ആയിട്ട് ഒരു അടുത്ത ബന്ധം ഇവർക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അതൊക്കെ. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പണത്തിന് മേലെ ഇവിടുത്തെ കോടതികൾ പോലും പറക്കില്ല എന്നുള്ള തരത്തിലൊരു അതായത് ആ വിശ്വാസം നഷ്ടപ്പെടുകയാണ്, ഈ കോടതികളിലുള്ള വിശ്വാസം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രത്തോളം ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ദിലീപിന് നേരെ തന്നെ ഇത്രത്തോളം ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അതിലൊന്നും എന്തുകൊണ്ട് ഒരു കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാകും. അതായത് ഇതുവരെ ഈ ദിലീപുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ദിലീപ് പൊതുമധ്യത്തിലൊക്കെ വരുമ്പോൾ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ചെല്ലുമ്പോഴൊക്കെ തന്നെ ഒരു പാവത്താൻ പരിവേഷമായിരുന്നു ദിലീപിനുണ്ടായിരുന്നത്. കോടതിയിൽ ഇരിക്കുകയല്ലേ, പിന്നെ പ്രതികരിക്കാം, വിധി വരട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു പാവം പിടിച്ച ഞാനങ്ങ് വളരെ നിഷ്കുവാണെന്ന് കാണിക്കുന്ന ഒരു ദിലീപിനെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് വിധി വന്നതിന് ശേഷം കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇയാൾ ഇന്ന് കോടതിയിലേക്ക് വരുമ്പോൾ പോലും എനിക്ക് പൂർണ്ണമായി എനിക്ക് അനുകൂലമാകും എന്നുള്ളൊരു കോൺഫിഡൻസ് അയാൾക്ക് ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് ആ ഒരു കോൺഫിഡൻസ് അയാൾക്ക് കിട്ടുന്നത്? മറ്റൊരു കാര്യം, ഈ പറയുന്ന കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുൻപ് ഈ പറയുന്ന സിനിമാ ലോകം കൈയടക്കി വെച്ചിരുന്ന ഒരു ദിലീപിനെ നമുക്കറിയാം. അന്നുണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ ഒരു ദിവസം അയാൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കണ്ടത്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഈ ദിലീപ് നിഷ്കളങ്കനാണ്, ദിലീപേട്ടൻ പാവാടയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് അയാളുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാർ തന്നെ അയാൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. തിലകൻ എന്ന് പറയുന്ന മഹാനടൻ, കേരളം അംഗീകരിക്കുന്ന വാക്കുകൾ പലപ്പോഴും അദ്ദേഹം സിനിമയിലെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്കെതിരെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ മലയാളികൾ നെഞ്ചിൽ കൊണ്ട് നടക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ താരരാജാക്കന്മാർക്കെതിരെ വിമർശനം പറഞ്ഞതിന്റെ പേരിൽ ഫീൽഡ് ഔട്ട് ആയി പോകുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യനാണ്, ഔട്ടാക്കിയ ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ വാക്കുകളോടൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ട് ഇവിടുത്തെ സിനിമാ പ്രേക്ഷകർ. അതായത് സിനിമയെ ആ മേഖലയെ അത്രത്തോളം ആസ്വദിക്കുന്ന ഇവിടുത്തെ സിനിമാ പ്രേമികൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ദിലീപിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്?
ഈ സിനിമാ മേഖലയിലെ കൊടും വിഷമാണ് ദിലീപ് എന്നാണ്. അയാളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളത് കണ്ടിട്ടുള്ളതല്ലേ എത്രയോ തവണ. അതായത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത നടന്മാർ ഈ ഫീൽഡിൽ വേണ്ട, അവരെ മാറ്റി നിർത്തുക, അവരുടെ കരിയർ കളയിപ്പിക്കുക. ഇതുപോലെ തന്നെ തൻ്റെ സിനിമയിൽ ഏത് നടി വേണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അതുപോലെ ഈ പറയുന്ന കാവ്യമാധവൻ തന്റെ പല സിനിമകളിലും കാവ്യമാധവനെ മാറ്റി നിർത്തിയതാണ്. പക്ഷെ അപ്പോഴൊക്കെയും ദിലീപിന്റെ ഒരു ഒറ്റ നിർബന്ധം കൊണ്ട് പല സിനിമകളിലേക്കും കാവ്യമാധവനെ കാസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള സംവിധായകരുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ സിനിമാ മേഖലയിൽ അയാൾക്ക് അത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു. ദിലീപ് ആദ്യമായിട്ടൊരു പ്രതികരണം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തന്നെ തേജോവധം ചെയ്യാൻ അല്ലെങ്കിൽ തന്റെ കരിയർ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഇത്. അതായത് ഈ കേസിൽ തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഗൂഢാലോചനയാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ കാരണമായിട്ടുള്ളത് എന്നാണ്. അതായത് അതിജീവിതക്കെതിരെ ഒരു ഗൂഢാലോചന എന്നുള്ളതാണ് പൊതുവെ കേസിൽ പറയുന്നത്. പക്ഷെ ഇന്ന് അതേ ടേം ഉപയോഗിച്ച് ദിലീപ് പറയാണ് ഈ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയും തന്റെ കരിയറിനെതിരെയുമായിരുന്നു എന്ന്. അങ്ങനെ ദിലീപിന്റെ ഒരു കരിയർ നശിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയാൽ അത് പ്രാക്ടിക്കൽ ആകുമോ ഇവിടെ? എങ്ങനെയാണ്? കാരണം സിനിമാ മേഖല അയാളുടെ കയ്യിലായിരുന്നില്ലേ. അയാൾ പറയുന്ന സിനിമകൾ ഇറക്കുന്നു, അയാൾ പറയുന്ന നടന്മാരെ വെച്ച് സിനിമകൾ ചെയ്യുന്നു, അല്ലാത്തവരെ മാറ്റി നിർത്തുന്നു. അവസാന വാക്ക് ദിലീപിൻ്റെത് മാത്രമായിരുന്നില്ല. അത് ഇല്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഇയാൾ അതിശക്തനായി നിൽക്കുന്ന ഒരു സമയത്ത് ഇയാളെ വേട്ടയാടാൻ വേണ്ടി ഇങ്ങനെ ഒരു കേസ് ഉപയോഗിച്ചു എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അങ്ങനെ ഇത് മാത്രമല്ല, എന്നെ അവസാനിപ്പിക്കാൻ എല്ലാ കളികളും കളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. അതായത് ഇവിടെ ഈ പ്രശ്നം തുടങ്ങുന്നത് മഞ്ജു വാര്യർ പറയുന്നു ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന്. ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ദിലീപിന്റെ പേര് അവരെവിടെയും എടുത്തു പറഞ്ഞിട്ടില്ല. ദിലീപ് ഗൂഢാലോചന നടത്തി അതിജീവിതയെ ആക്രമിച്ചു എന്നല്ല അവർ പറഞ്ഞത്. ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ദിലീപിന്റെ ഫാൻസും അത് ഞങ്ങൾക്ക് നേരെയാണ് എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇത് മാത്രമല്ല, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് എന്നെ വേട്ടയാടാൻ കൂട്ടുനിന്നു. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ഇവിടുത്തെ മാധ്യമങ്ങളും കൂടി ചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തി. ഇവിടുത്തെ പോലീസിനും മാധ്യമങ്ങൾക്കും അയാളെ വേട്ടയാടിയിട്ട് എന്ത് കിട്ടാനാണ്? എന്തെങ്കിലും കിട്ടാനുണ്ടോ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്? തുടക്കത്തിൽ, അതായത് ഇങ്ങനെ ഒരു കേസ് സംഭവം ഉണ്ടായ സമയത്ത് ദിലീപും അതിജീവിതയ്ക്ക് ഒപ്പം തന്നെയായിരുന്നു. ഈ മഞ്ജു വാര്യരും അതുപോലെ തന്നെ ദിലീപും ഘോരഘോരം പ്രസംഗിച്ച ഒരുപാട് വീഡിയോകൾ ഇപ്പോഴും കാണാൻ സാധിക്കും. അതായത് അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നത് വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ 2 പേരാണ്. ആ 2 പേരിൽ ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്. ഇപ്പോൾ മഞ്ജു വാര്യർ തീരുമാനിച്ച ആ ഒരു തീരുമാനം അത് ഇന്ന് വരെ അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ദിലീപും ആ ഒരു വിഷയത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ സംഭവങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. അല്ലെങ്കിൽ ദിലീപിലേക്ക് അന്വേഷണം വരാതിരിക്കാനുള്ള നാടകങ്ങൾ തുടക്കം മുതലേ ദിലീപ് നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് അയാളിലേക്ക് സംശയം മുന്നേ നീളാൻ അയാൾ തന്നെയാണ് പല രീതിയിൽ പ്രതികരിച്ചത്. എന്തുവായിരുന്നു, മുഖ്യമന്ത്രിക്ക് കത്തയച്ചതാരാണ്? അയാളുടെ പേര് എവിടെയും ആരും പറഞ്ഞില്ല. ഉടനെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയാണ് ഞാൻ വേട്ടയാടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആരെങ്കിലും പറഞ്ഞായിരുന്നു ദിലീപ് ആയിരുന്നു വേട്ടയാടിയതെന്ന്? അപ്പോഴൊന്നും ആ ഒരു തരത്തിലേക്ക് ചർച്ചകൾ വന്നിട്ടില്ല. അതൊക്കെ ഒരു മുൻകരുതലെടുക്കലായിട്ട് നമുക്ക് കണ്ടുകൂടെ? അവിടെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ കുറ്റവിമുക്തൻ, ഇയാൾ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ടേയില്ല. മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ അതിശക്തമായ വാദം അവിടെ ഉയരും. ഇതിനെല്ലാം ഈ പറയുന്നവർ മറുപടി പറയേണ്ടി വരും. ഇയാൾക്ക് നേരെ ചോദ്യങ്ങൾ വരും, അതിനെല്ലാം ഇയാൾ മറുപടി പറയേണ്ടി വരും. പൾസർ സുനിയെ അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളാണോ? കോടതി ചോദിക്കും. അറിയില്ലെന്ന് പറഞ്ഞത് അയാൾ തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം ഇയാൾ മറുപടി പറയേണ്ടി വരും. പിന്നത്തെ ഒരു കാര്യം, ഇപ്പോഴത്തെ ഈ ഫാൻസ് അസോസിയേഷന്റെ ഒരു ഈ ആഘോഷം കാണുമ്പോഴത്തേക്ക് അവർ വിചാരം വീണ്ടും മറ്റേ ഈ ജനപ്രിയ നായകൻ എന്നുള്ളൊരു പട്ടം ദിലീപിന് കിട്ടും എന്നുള്ളതാണ്. ഒരു ഉണ്ടയും കിട്ടാൻ പോകുന്നില്ല. കാരണം അയാളെ ഈ പറയുന്ന ഫാൻസ് മാത്രമല്ല ഇവിടുത്തെ സിനിമാ പ്രേമികൾ, വലിയൊരു വിഭാഗം, അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾ കാലം മാറി അവരെല്ലാ കാര്യങ്ങളും ചിന്തിച്ചും പ്രവർത്തിച്ചും ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിനു മുൻപ് ഈ കേസ് വിധി പറയുന്നതിന് മുൻപ് തന്നെ ഏതെല്ലാം തരത്തിലായിരുന്നു ദിലീപ് വേട്ടയാടപ്പെടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോ പേജുകളിൽ നിന്ന് ഇതുപോലുള്ള ഫാൻസ് അസോസിയേഷൻ ഓരോ ഫേക്ക് ID ഉണ്ടാക്കി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ ദിലീപിനെ വെള്ളപൂശുന്നതിന് വേണ്ടി. പക്ഷേ അപ്പോഴൊക്കെയും ജനങ്ങൾ എടുത്തൊരു നിലപാടുണ്ട്. കാരണം ഇയാളുടെ പണം ഉപയോഗിച്ച് പലതും വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നു എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ലേ എത്രയോ തവണ? ഈ ദിലീപിന്റെ കേസുകൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ പദവി തിരിച്ചു കിട്ടും എന്നാണെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ വിധി ഇയാൾക്ക് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ തിരിച്ചടി ഉണ്ടാക്കും. കാരണം പണത്തിന് മുകളിൽ ഇവിടുത്തെ നീതിപീഠങ്ങൾ
മാധ്യമങ്ങൾ പോലും അനങ്ങുന്നില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയെടുത്താണ് ഇയാൾക്ക് വലിയ വീഴ്ച സംഭവിക്കാൻ പോകുന്നത്. തന്നെയല്ല, ഈ പറയുന്ന ദിലീപിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിയോകളിൽ പോലുമാണ് പണം വാരി എറിയുന്നതിനെ കുറിച്ചുള്ള എത്രയോ ഓഡിയോകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ വിധി പുറത്തു വന്നപ്പോൾ മുതൽ ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അതായത് ഇനി ഇതുപോലൊരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ യഥാർത്ഥമായിട്ടുള്ളൊരു നീതി കിട്ടില്ലേ എന്നുള്ളൊരു ആശങ്ക വരുന്നുണ്ട് പല പൊതുജനങ്ങൾക്കിടയിൽ. പക്ഷേ അവരിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പറയേണ്ടത്. അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. അതായത് ഇവിടെ കോടതി വിധി അവസാനിച്ചിട്ടില്ല, മുന്നോട്ടേക്കുള്ള പോരാട്ടം ഇതൊരു സെഷൻസ് കോടതിയിലെ വിധി മാത്രമാണ്. ഇതിനപ്പുറത്തും കോടതികളുണ്ട്. മാത്രമല്ല, നമ്മൾ ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് ഈ നിമിഷം വരെയും നമ്മളൊക്കെ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ടും നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പോരാട്ടമാണ് അതിന് മാതൃക. അതാണ് ഏറ്റവും വലിയ ചോദ്യം. അതായത് ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുരുഷ സംഘടന ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നത്, എന്തിന് ദിലീപിനെ ഈ വേട്ടയാടുന്നു, നിങ്ങൾക്ക് ദിലീപിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കേൾക്കുമ്പോൾ മാത്രം എന്തിന് സന്തോഷം വരുന്നു എന്നുള്ള ചോദ്യമാണ്. നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് അതല്ല. അതായത് ഇവിടെ നീതി കിട്ടേണ്ടുന്ന പ്രധാനി എന്ന് പറയുന്നത് അവിടെയുള്ള ഇരയാക്കപ്പെട്ട യുവതിയാണ്. അതിനൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ ഈ ഇരട്ടത്താപ്പ് ഒന്ന് കാണണം. ഇവരുടെയൊക്കെ ഈ വാദിക്കുന്നവരുടെ, ഈ വേട്ടക്കാർക്ക് വേണ്ടി വാദിക്കുന്നവരുടെ ഒരു ഇരട്ടത്താപ്പ് നോക്കണം. ഇതുവരെയുള്ള കേസുകളിൽ നമ്മൾ ഈ പറയുന്ന ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾ പരാതിപ്പെടാൻ വൈകിയാലാണ് അവർ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ പരാതിപ്പെട്ടില്ല? ഇവിടെ അതിജീവിതയുടെ കേസിൽ അവർ അന്ന് രാത്രി ആക്രമിക്കപ്പെടുന്നു, പിറ്റേ ദിവസം അവർ പരാതി കൊടുക്കുന്നു. അതാണ് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. PC ജോർജ് സർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ രാത്രി 1 മണിക്കും 2 മണിക്കും അതിജീവിതയ്ക്ക് എന്താണ് അവിടെ കാര്യമെന്ന്. അതായത് പരാതി പറയാൻ വേണ്ടി ആദ്യമായിട്ട് പോകുന്നത് ലാലിന്റെ വീട്ടിലേക്കും മന്ത്രിമാരുടെ അടുത്തേക്കൊക്കെ ആണല്ലോ. അപ്പൊ ഈ നട്ടപ്പാതിരക്ക് ഇവരെന്തിനാ അവിടേക്ക് കയറി ചെന്നു എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അതെ, PC ജോർജിന് നാക്കിന് എല്ലില്ലാത്തതുകൊണ്ട് എന്തും വിളിച്ചു പറയും. ഈ PC ജോർജിനെ പോലെയുള്ള ഇമ്മാതിരി രാഷ്ട്രീയ മാലിന്യങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, അവർക്ക് നീതി കിട്ടാൻ അവർ മാത്രമാണ് ആദ്യം മുതൽ തന്നെ പോരാടി രംഗത്തേക്ക് വന്നത്. അവരുടെ പോരാട്ടം കണ്ടിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അവരോടൊപ്പം നിൽക്കാൻ തയ്യാറായത്. അവരുടെ സിനിമ, അവർ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ്, അത് സിനിമാ മേഖലയാണ്. അവിടെ രാത്രിയെന്നോ ചിലപ്പോൾ പകലായിരിക്കും, ചിലപ്പോൾ രാത്രിയിലായിരിക്കും, അത് അവരുടെ തൊഴിലിടമാണ്. അവിടെ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സംവിധാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അവർ പരാതിപ്പെടാൻ പിന്നെ രാത്രി അവർക്ക് അതിക്രമം നേരിടുന്നു, പിറ്റേ ദിവസം രാവിലെ വരെ അവർ കാത്തിരിക്കണം പരാതി കൊടുക്കുന്നതിന്. ഇതാണ് ഇമാതിരി ഈ രാഷ്ട്രീയ മാലിന്യങ്ങളുടെ വർത്തമാനങ്ങൾ. അങ്ങനെ കാത്തിരുന്നു എന്നതിന്റെ പേരിലാണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പരാതിപ്പെട്ടാലും കുഴപ്പം, പരാതിപ്പെട്ടില്ലെങ്കിലും കുഴപ്പം. പക്ഷേ ഇവിടെ ഈ അതിജീവിത ഒരു മാതൃകയാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും അവരൊരു മാതൃകയാണ്. കാരണം അവർ പേടിച്ച് വിറച്ച് മിണ്ടാതിരുന്നില്ല. ദിലീപിനെ പോലെയുള്ള ഒരു സിനിമ അടക്കി വാഴുന്ന ഒരാൾക്കെതിരെ അവർ നിയമ പോരാട്ടത്തിന് പോയി എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും കരുത്തുള്ള കാര്യം. അതൊരു മാതൃക തന്നെയാണ്. കാരണം ഈ നാട്ടിലെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇതെല്ലാ കാലവും ഇങ്ങനെ മിണ്ടാതെ പേടിച്ച് വിറച്ചിരിക്കും എന്ന് ആരും കരുതരുത്. അതിശക്തമായി തന്നെ അവർ പ്രതികരിച്ച് രംഗത്തേക്ക് വരും. പിന്നെ പണം കൊണ്ട് എല്ലാം വിലയ്ക്ക് വാങ്ങാം എന്നുള്ള ഒരു രീതി, അതൊക്കെ അവസാനിക്കുന്ന ഒരു കാലം ഉണ്ടാകും. കാരണം ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്നാണ് വിധി വന്നിരിക്കുന്നത്. മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ദിലീപിന് ഉത്തരം മുട്ടുന്ന പല ചോദ്യങ്ങളും അവിടെ നേരിടേണ്ടി വരും. അതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്.